ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഉഷയുടെ ഒരു BLDC ഫാനാണ്. BLDC ഫാൻ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ. അതിൻ്റെ ലീഫ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ഒറ്റ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതെന്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന്. അത് വേറെ ഒന്നുമില്ല, നമുക്കത് ഒന്ന് അഴിച്ച് നോക്കേണ്ടി വരും. കാരണം അതിൻ്റെ പുറത്ത് വരുന്ന ക്യാപ്പാണ് ഈ കാണുന്നത് കണ്ടോ. അതിൻ്റെ ലീഫ് വരുന്നത് 2 സ്ക്രൂ ആണ് വരുന്നത്, പക്ഷേ ഒറ്റ ഹോളുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒറ്റ ഹോളുകളായതുകൊണ്ട് അപ്പോൾ നമുക്ക് തോന്നും കമ്പനിക്ക് തെറ്റ് പറ്റിയതാണ്. കമ്പനിക്ക് തെറ്റ് പറ്റിയതല്ല, നമ്മളത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കാണുന്ന ആ പറയുന്ന 3 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റി. അത് മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ DC AC DC മോഡ്യൂളുണ്ട്, അതും അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ലീഫുകൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് ഇതുപോലുള്ള മോഡലുകൾ പല മോഡലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഫാൻ വയ്ക്കുമ്പോൾ സമയത്ത് കണ്ടോ, ആ ക്യാപ്പ് പൊക്കി കഴിഞ്ഞപ്പോൾ കൊണ്ട് ആ ക്യാപ്പ് അഴിച്ച് മാറ്റിയപ്പോൾ നമ്മൾ സാധാരണ നോർമൽ ഫാൻ പിടിപ്പിക്കുന്ന പോലെ തന്നെ ആ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ വിചാരം നമുക്ക് കമ്പനിക്ക് തെറ്റ് പറ്റിയതാണ് എന്ന് വിചാരിക്കരുത്. അതിൻ്റെ അകത്ത് ഒരു ക്യാപ്പുണ്ട്, ആ ക്യാപ്പ് അഴിച്ച് മാറ്റി കഴിയുമ്പോൾ 2 ലീഫുകളെല്ലാം സാധാരണ പോലെ ലീഫുകൾ കൊടുക്കാവുന്ന 2 സ്ക്രൂ കാര്യങ്ങളുണ്ട്, ഹോളുകൾ. അതെല്ലാം നമ്മൾ കൊടുക്കുന്ന പോലെ 3 സ്ക്രൂകൾ 3 ലീഫുകൾ ഇതേപോലെ കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം ഈ ക്യാപ്പ് അതുപോലെ തന്നെ ഇട്ട് സെപ്പറേറ്റ് സ്ക്രൂകൾ 3 വരുന്നുണ്ട്, അതിട്ട് ടൈറ്റ് ചെയ്യുക. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ലീഫ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിന് മുന്നേ നമുക്ക് ഉഷയാണ് ഈ വരുന്നത്. കമ്പനി വരുന്നത് ഉഷയുടെ BLDC ഫാനാണ് വരുന്നത്, വിത്ത് റിമോട്ട് വരുന്നത്. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഏകദേശം 8000 സംതിങ് ആണ് അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത്രയും റേറ്റ് നമുക്ക് എന്തായാലും വരുന്നില്ല, കാരണം നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്തായാലും അത്രയും റേറ്റ് വരുന്നില്ലെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വരുന്നത്. നമുക്കിതിൻ്റെ AC വരുന്നത്, DC വരുന്നത് സെക്ഷൻ ഉണ്ട്. അതായത് AC എന്ന് പറയുന്നത് ന്യൂട്രൽ ഫേസും വരുന്നത്. പിന്നെ പോകുന്നത് കണ്ടോ, ആ AC കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വരുന്ന RYB എന്ന് പറയുന്ന DC മോഡുകളിലേക്കാണ് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ DC മോഡുകളും ജസ്റ്റ് ഇതുപോലെ അഴിച്ച് മാറ്റി അതിൻ്റെ ആ പറയുന്ന കേസും മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ ലീഫ് പിടിപ്പിക്കുന്ന പോലെ ഈ പറയുന്ന ഓരോ സ്ക്രൂകൾ അഴിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ ലീഫുകളും അവിടേക്ക് കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ വേണ്ട 2 സ്ക്രൂകളും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷം എല്ലാം ഇതേപോലെ കണ്ട ലീഫ് നമ്മൾ അഴിച്ച് പിടിപ്പിച്ചു. ഈ സൈഡിൽ പിടിപ്പിച്ചു, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും പിടിപ്പിച്ചു. അങ്ങനെ വന്നതിന് ശേഷം ഏറ്റവും അവസാനം നമ്മുടെ ക്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ 3 പിടിപ്പിച്ചതിന് ശേഷം നേരെ ക്യാപ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിയാൽ ആ ലീഫുകൾ പിടിപ്പിച്ച ആ ഗ്യാപ്പ് പോലും നമുക്ക് കാണില്ല. ഫുള്ളായിട്ട് ഫുൾ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ലാസ്റ്റ് സ്ക്രൂ കാര്യങ്ങളെല്ലാം 3 സെപ്പറേറ്റ് സ്ക്രൂകൾ വരുന്നുണ്ട്. അതിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ മോഡ്യൂളുണ്ട്. അതിൻ്റെ DC മോഡ്യൂൾ, AC to DC മോഡ്യൂളാണ് ഈ വരുന്നത്. അതായത് AC എന്ന് പറയുന്നത് നമ്മൾ 230 വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു, LN എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുന്നു. പിന്നെ വരുന്ന RYB പറയുന്ന സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത്. അത് നമ്മൾ നേരെ പറഞ്ഞ ലെവലിലേക്ക് കണക്ട് ചെയ്തു. അതും രണ്ടും കണക്ട് ചെയ്ത് DC മോഡ്യൂളും കണക്ട് ചെയ്യുക. DC മോഡ്യൂളും കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ റാഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിലാണ് നമ്മൾ AC കൊടുക്കുന്നത്. AC എന്ന് ഉദ്ദേശിച്ച് 230 വോൾട്ട് നമ്മൾ ഈ പറയുന്ന ഫേസും ന്യൂട്രൽ അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ പിടിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഫാൻ പിടിപ്പിക്കുന്ന പോലെ തന്നെ പിടിപ്പിക്കുക. അപ്പോൾ ഈ പറയുന്ന സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് തെറ്റ് പറ്റിയതല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫൈനൽ സ്റ്റേജ് വരുന്ന ഫാനിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചില വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.